നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഉദയന്നൂർ എന്ന ഗ്രാമത്തിലെ ദാരിദ്ര്യത്തിൽ നിന്നും സർവ്വ സുഖ സൗകര്യങ്ങളുള്ള പട്ടണത്തിലെ ഗായത്രി വില്ലയിലേക്ക് വലതുകാല് വെച്ച് വിശാലിന്റെ ഭാര്യയായി വന്ന നിന്നെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ചില മുൻവിധികൾ മാറ്റി എഴുതപ്പെട്ടപ്പോ സംശയങ്ങളുടെ എണ്ണം കൂടി. ആദ്യത്തെ സംശയം, വിശാലിന്റെ ഭാര്യയായി ഇരുന്നിട്ടും ഭർത്താവായ വിശാലിനെ മറ്റൊരു വിവാഹത്തിന് നീ നിർബന്ധിച്ചതെന്തിന്? എന്താ ചോദ്യം മനസ്സിലായില്ലേ? എനിക്ക് മാത്രമല്ല ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടത്, ഗോപിയേട്ടനും അമ്മയ്ക്കും. എന്തിന്? വിശാലിന് പോലും അതിനുത്തരം അറിയണമെന്നുണ്ട്. പറയേ. അപ്പച്ചി, നമ്മൾ അമ്പലത്തിൽ പോയി ദൈവത്തിന്റെ മുമ്പില് കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങുമ്പോ എന്താ പ്രാർത്ഥിച്ചെന്ന് ഒരാള് ചോദിച്ചാ നമ്മള് സത്യം പറയോ? ഇല്ല. എല്ലാവർക്കും നന്മ വരണം എന്നാ പ്രാർത്ഥിച്ചെന്ന ഒരൊറ്റ ഉത്തരം. അതുപോലെ ഒരു ഉത്തരമേ അപ്പച്ചിയുടെ ചോദ്യത്തിന് എനിക്ക് തരാൻ കഴിയൂ. വിശാൽ സാറിന്റെ നന്മ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ എന്ന ദോഷത്തിൽ നിന്നും ഒരു മോചനം. ശരി, സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ ജാസ്മിനെ വിശാല് വിവാഹം ചെയ്യരുതെന്ന് നീ പറയുന്ന എന്തിനാ? അത് ജാസ്മിൻ സതുദ്ദേശത്തോടെയല്ല ഈ വിവാഹത്തിന് ഒരുങ്ങിയതെന്ന് എനിക്ക് തോന്നി. അവൾക്ക് ആവശ്യം വിശാൽ സാറിനെ അല്ല, സാറിന്റെ സമ്പത്ത് മാത്രം മതി. പ്രഭേച്ചി, അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ വിശാലിന്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കൂ? അവന്റെ വളർത്തമ്മയല്ലേ പ്രഭേച്ചി? പെറ്റമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ എന്ന് വിശാൽ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, എന്റെ രണ്ടാമത്തെ സംശയം, വിശാലിനെ കൊല്ലാൻ വേണ്ടി ഫ്ലവേഴ്സിൽ സ്ലോ പോയിസൺ സ്പ്രേ ചെയ്തു എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? മനസ്സിലായി, അത്ര തന്നെ. അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ എനിക്കറിയില്ല. പക്ഷേ എന്റെ സംശയം ശരിയായിരുന്നെന്ന് ഇപ്പൊ അപ്പച്ചിക്ക് മനസ്സിലായില്ലേ? ജതിൻ കുറ്റസമ്മതവും നടത്തിയില്ലേ? അപ്പൊ പ്രഭേച്ചിക്ക് ജാസ്മിന്റെ സ്വഭാവവും അവളുടെ ലക്ഷ്യവും നേരത്തെ അറിയാമായിരുന്നില്ല. ജതിന്റെ അറസ്റ്റോടെയാവും ഒരുപക്ഷെ പ്രഭേച്ചിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുക. നിനക്കെന്താ തോന്നുന്നേ? ഞാൻ എന്തു പറയാനാ? അപ്പച്ചി നേരത്തെ പറഞ്ഞതുപോലെ വിശാൽ സാറിന്റെ ഭാര്യയായി ഞാൻ ഇവിടെ വന്നതിന് ശേഷമേ എനിക്ക് അമ്മയെ അറിയൂ. പക്ഷേ അതിനു മുൻപേ അപ്പച്ചിക്ക് അമ്മയെ അറിയാലോ. അപ്പച്ചിക്ക് അറിയാവുന്ന അത്രയും അമ്മയെ എനിക്ക് അറിയില്ല. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ഞാനെന്നാ അങ്ങോട്ട് ചെന്നോട്ടെ. വിശാൽ സാർ തിരക്കിലാണോ? പിന്നെ ഭയങ്കര തിരക്കാ. എന്നാലേ ഞാൻ തിരക്ക് കഴിഞ്ഞിട്ട് വരാം. അല്ലല്ല, അതല്ല. ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ തന്നെ ചെയ്തു തീർക്കേണ്ടി വരുമ്പോ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും. ഒന്ന് സഹായിക്കാൻ പോലും ഇവിടെ ആരും ഇല്ലല്ലോ. ഞാൻ സഹായിച്ചേനെ, പക്ഷേ അടുക്കള ജോലി ഒഴിഞ്ഞിട്ട് നേരം വേണ്ടേ? നീ എന്നെ ഓഫീസ് ജോലിയിൽ സഹായിക്കാന്നോ? കൊള്ളാം കൊള്ളാം. എടി, മലയാളത്തില് 4 അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത നീ
ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓഫീസ് ഫയലുകൾ നോക്കാൻ എന്നെ സഹായിക്കാന്ന് പറഞ്ഞാലേ പിന്നീട് ആ കമ്പനിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? ദേ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. കച്ചവടം ചെയ്യാനേ എഴുതാനും വായിക്കാനും അറിയണമെന്നൊന്നുമില്ല. വായിലെ നാക്കിനും ഗുരുത്വം ഉണ്ടായാ മതി. കച്ചവടോ? ഞാനെന്താ ഇവിടെ കടലക്കച്ചവടം നടത്തുകയാണെന്നാണ് നീ എഴുതിയിരിക്കുന്നത്? അതോ അടക്കിയ കച്ചവടോ? അതെ, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് ആര് പറഞ്ഞു? പിന്നെ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ ഉദയനൂരേ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പള്ളിക്കൂടങ്ങളൊന്നും ഇല്ലായിരുന്നു. അതാ. പിന്നെ ഉണ്ടായിരുന്നെങ്കിലേ ഇംഗ്ലീഷൊക്കെ പറഞ്ഞങ്ങ് തകർത്തേനെ. പാർവതി മാഡം. ഞാൻ പോവാ. പാർവതി നിക്ക്. അങ്ങനങ്ങ് പോവല്ലേ? അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ മറന്നുപോയി. ഞാൻ മനസ്സിലാക്കിയ എനിക്കറിയാവുന്ന എന്റെ പാർവതി അത്ര പെട്ടെന്നൊന്നും മറക്കുന്നവളല്ല. ആ പാർവതി എന്നില്ലേ ഈ പാർവതി? അയ്യോ, ഇനിയിപ്പോ ആള് മാറിപ്പോയോ? പിടിച്ചോ, ആ പാർവതി തന്നെയാ ഈ പാർവതി. ആണോ? ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഏതായാലും ആദ്യം നിന്റെ കാര്യം കേക്കട്ടെ, പറ. സാറിനെ കൊല്ലാൻ ശ്രമിച്ച ജതിനെ പോലീസ് പിടിച്ചോണ്ട് പോയതിനു ശേഷം ചിലർക്ക് മനംമാറ്റം ഉണ്ടായി തുടങ്ങിയോന്നൊരു സംശയം. ആർക്ക്? അമ്മയ്ക്കോ അതോ പ്രതാപനങ്ങളിനോ? ഇവർക്ക് രണ്ടുപേർക്കും അല്ല. പിന്നെ അപ്പച്ചിക്ക്. സുശീലാന്റിക്ക് മനമാറ്റം ഉണ്ടായിരുന്നോ? നോ, നെവർ. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല. സത്യം ഞാൻ പറഞ്ഞത്. ഇന്ന് എന്റെ അടുത്ത് വന്നു, എന്നോട് ഇരിക്കാനും പറഞ്ഞു. അപ്പച്ചി എന്റെ കൂടെ ഇരുന്നു. ആദ്യമൊക്കെ എന്നെ അംഗീകരിക്കാൻ പറ്റിയില്ലെന്നും ഇപ്പൊ അങ്ങനെ അല്ലെന്നും പറഞ്ഞു. എന്നിട്ട് ആന്റി പറഞ്ഞാലും നീ വിശ്വസിച്ചോ? ആന്റി അങ്ങനെ നിന്റെ അടുത്ത് വന്നെങ്കിലേ അതിന്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ വ്യക്തമായ മറുപടി ഒന്നും പറഞ്ഞില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ അടുക്കളയിലേക്ക് പോയി. അതെന്തായാലും നന്നായി. ഇല്ലെങ്കിലേ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് നിന്റെ മനസ്സിലുള്ള എല്ലാം ഊറ്റിങ്ങെടുത്തേനെ. ഇനി സാർ എന്തിനാ എന്നെ കാണാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞേ? അതോ, അത് വേറൊന്നും അല്ല. പാർവതി എന്നെ അന്വേഷിക്കുന്നു. പാർവതി, അവരൊക്കെ ആഹാരം കഴിക്കാൻ വന്നിട്ടുണ്ടാവും. ഞാൻ താഴോട്ട് ചെല്ലട്ടെ. അല്ല പാർവതി, പറയട്ടെ. എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോഴത്തേക്കാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.